നിർമ്മാണത്തിലിരിക്കെ തകർന്ന എളവള്ളിയിലെ കുടുംബശ്രീ വിപണന കേന്ദ്രം പൊളിച്ചു നീക്കുന്നു. പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്ത്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കെട്ടിടം തകർന്നു വീണ സംഭവത്തിൽ ബന്ധപ്പെട്ടവരിൽ നിന്നും നിർമ്മാണ തുക തിരിച്ചുപിടിക്കണമെന്ന ആവശ്യം നിരാകരിച്ച് യാതൊരു നടപടിയും എടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് രംഗത്തെത്തിയത്. കെട്ടിട നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ നടപടിയെടുക്കാതെ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിൽ ദുരൂഹതയുണ്ടെന്ന് പാവർട്ടി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CJ സ്റ്റാൻലി പറഞ്ഞു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ 2005-2010 കാലഘട്ടത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായാണ് ചിറ്റാട്ടുകര പോൾ മാസ്റ്റർ പടിക്ക് സമീപം സർക്കാർ ഭൂമിയിൽ 5 മുറികളോടുകൂടിയ കെട്ടിടം നിർമ്മിച്ചിരുന്നതെന്നും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ആരോപിച്ചു. കേന്ദ്ര ഗവൺമെന്റിന്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് അനുവദിച്ചത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പൊതുവിപണിയിൽ എളുപ്പം വിറ്റഴിക്കാൻ അവസരം ഒരുക്കുക എന്നതായിരുന്നു പദ്ധതിയുടെ ലക്ഷ്യം. എന്നാൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കെട്ടിടം തകർന്നടിഞ്ഞത് ഗുണഭോക്തൃ സമിതിയുടെ പിടിപ്പുകേടാണെന്നും ശരിയായ വിധം നിർമ്മാണം നടത്താത്തതാണ് കെട്ടിടം തകർന്നു വീഴാൻ കാരണമായതെന്നും സ്റ്റാൻലി പറഞ്ഞു. ഈ കെട്ടിടം നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് തകർന്നു വീഴുകയാണ് ഉണ്ടായത്. നിർമ്മാണം ഏൽപ്പിച്ച വ്യക്തികളെല്ലാം തന്നെ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വ്യക്തികൾ തന്നെയായിരുന്നു. അതുകൊണ്ട് അനേകം ആക്ഷേപങ്ങളും വിവിധ രാഷ്ട്രീയ പാർട്ടികളെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും എടുക്കാതെ ഇന്ന് ഈ കെട്ടിടം പൊളിച്ചു നീക്കുകയാണ്. അഴിമതിയുടെ ഏറ്റവും വ്യക്തമായ തെളിവോട് കൂടി നിൽക്കുന്ന ഈ കെട്ടിടം പൊളിച്ചു നീക്കുന്നതിലൂടെ അഴിമതി ഇല്ലാതാക്കാൻ ചിലപ്പോൾ സാധിക്കും. പക്ഷേ ജനങ്ങളുടെ മനസ്സിൽ നിന്നും അദ്ദേഹം ചെയ്ത അഴിമതി ഒരിക്കലും മാറിപ്പോകില്ല. ഇതുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതികൾ നൽകിയിട്ടും യാതൊരുവിധ നടപടികളും അധികൃതർ സ്വീകരിച്ചില്ലെന്നും സ്റ്റാൻലി കൂട്ടിച്ചേർത്തു. എന്തായാലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നടപടികളുമായി മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തും.